നമസ്കാരം. കാശിയിൽ മരിച്ചാൽ മോക്ഷം എന്നത് ഹിന്ദുമത വിശ്വാസമാണ്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് കാശി സന്ദർശനം എല്ലാ ഭക്തന്മാർക്കും സാധ്യമാകണമെന്നില്ല. അങ്ങനെയുള്ളവർക്കായി യമഭയം മാറ്റുന്നതും കാശിക്ക് തുല്യമായതുമായ ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. ക്ഷേത്രം അരുൾമികു ഛായാവനേശ്വരർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ നാഗപട്ടണം ജില്ലയിൽ മയിലാടുതുറൈ പൂമ്പുകാർ റൂട്ടിൽ തിരുസായ്ക്കാട് എന്ന പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശ്രീ പരമേശ്വരൻ, ശ്രീ രത്നഛായാവനേശ്വരർ, ഇന്ദ്രേശ്വരർ എന്നീ നാമങ്ങളിലും ദേവി പാർവതി, കുയിലിനും ഇൻമൊഴിയമ്മേ, കോകിലവാണി, ഘോഷാമ്പാൾ എന്നീ നാമങ്ങളിലും കുടികൊള്ളുന്നു. കാശിക്ക് തുല്യമായതും യമഭയം മാറ്റുന്നതുമായ 6 ശിവക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിലുണ്ട്. അതിലൊന്നാണ് തിരുസായ്ക്കാട് എന്ന ഛായാവനം. മറ്റുള്ളവയാണ് തിരുവെൺകാട്, തിരുവാഞ്ചിയം, തിരുവയ്യാറ്, തിരുവിടമരുതൂർ, മയിലാടുതുറൈ. പഞ്ചാരണ്യ ക്ഷേത്രങ്ങളിൽ ഇതും ഒന്ന്. മറ്റു ക്ഷേത്രങ്ങളാണ് തലച്ചങ്കാട്, പല്ലവനേശ്വരം, തിരുവെൺകാട്, കീഴ് തിരുക്കാട്ടുപള്ളി. മുമ്പുകാലത്ത് കോറപ്പുല്ലുകൾ നിറഞ്ഞു നിന്ന വനമായിരുന്നതിനാൽ ഈ പ്രദേശം തിരുസായ്ക്കാട് ഛായാവനം എന്നെല്ലാം അറിയപ്പെട്ടു. കാവേരി നദിക്കരയിലുള്ള 276 പ്രശസ്ത ശിവക്ഷേത്രങ്ങളിൽ ചോഴനാട്ട് വടക്കുകരയിലുള്ള 9ാമത്തെ ക്ഷേത്രവും ദേവാരംപാടിൽ ഉൾപ്പെട്ടിട്ടുള്ള 274 ശിവക്ഷേത്രങ്ങളിൽ 63ാമത്തേതുമാണ് ഈ ക്ഷേത്രം. പ്രശസ്ത ശിവഭക്തരായ 63 നായന്മാരിൽ അപ്പർ, സമ്പന്തർ എന്നിവർ ദേവാരംപാടിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പതികം പാടിയിട്ടുണ്ട്. 63 നായന്മാരിൽ ഇയർപ്പകെ നായനാരുടെ ജന്മസ്ഥലവും മുക്തിയടഞ്ഞ സ്ഥലവും ഇവിടെയാണ്. പൂർവ്വജന്മ വൈരാഗ്യത്താൽ ആനയ്ക്ക് കടക്കാൻ പറ്റാത്ത വിധം 70 മാടക്കോവിലുകൾ നിർമ്മിച്ച കോച്ചങ്കൻ ചോഴൻ കെട്ടിയ കോവിലുകളിൽ ഇതും ഒന്ന്. ചോഴ സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരമായിരുന്നത്രേ പൂമ്പുകാർ. പുരാണങ്ങളിൽ ഛായാവനം, സായ്ക്കാട്, മേലയൂർ എന്നെല്ലാം അറിയപ്പെട്ടിരുന്ന ഈ പ്രദേശത്ത് സംഘകാലത്തിൽ ചിലപ്പതികാരത്തിലെ കഥാപാത്രങ്ങളായ കണ്ണകി, മാധവി, മണിമേഖല എന്നിവർ ഈ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാനെത്തിയിരുന്നതായി പറയപ്പെടുന്നു. പൂമ്പുകാറിന്റെ കാവൽ ദൈവമായ സമ്പാപതി അമ്മൻ ക്ഷേത്രവും പല്ലവനേശ്വരർ ക്ഷേത്രവും ഇവിടെ അടുത്താണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ ഇങ്ങനെയാണ്. ദേവേന്ദ്രന്റെ മാതാവ് അതിഥി ഒരു നാൾ ഭൂമിയിൽ ഛായാവനേശ്വരരെ പൂജിക്കാനെത്തി. ഇതറിഞ്ഞ ഇന്ദ്രൻ തന്റെ മാതാവിന്റെ നിത്യപൂജയ്ക്കായി ഈ ക്ഷേത്രം ഇന്ദ്രലോകത്തേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ച് ഐരാവതത്തിന്റെ സഹായത്തോടെ ക്ഷേത്രം കെട്ടിവലിച്ചു കൊണ്ടുപോകാൻ തുനിഞ്ഞു. പക്ഷേ പറ്റിയില്ല. ഉടനെ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ഈ ക്ഷേത്രം ഭൂമിയിൽ നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകത ഇന്ദ്രന് പറഞ്ഞു മനസ്സിലാക്കി. ഇന്ദ്രന്റെ മാതാവിനോട് ഇവിടെ വന്ന് പൂജിക്കാൻ നിർദ്ദേശിച്ചു. ഈ സംഭവം നടക്കുമ്പോൾ പാർവതി ദേവി ക്ഷേത്രത്തിൽ നിന്ന് കുയിലിന്റെ സ്വരത്തിനേക്കാൾ സുന്ദരമായ സ്വരത്തിൽ ഘോഷം മുഴക്കിയതിനാൽ കുയിലിനും ഇൻമൊഴിയമ്മേ എന്ന നാമം വന്നു. ഐരാവതം ഈ ക്ഷേത്രത്തെ കെട്ടിവലിച്ചപ്പോൾ ഐരാവതത്തിന്റെ കൊമ്പുകൊണ്ട് നിലത്തുണ്ടായ വിടവാണ് ക്ഷേത്രത്തിലെ ഐരാവത തീർത്ഥം എന്നാണ് പറയുന്നത്. വേറൊരു ഐതിഹ്യം 63 നായന്മാരിൽ ഒരാളായ ഇയർപ്പകെ നായനാരെ കുറിച്ചാണ്. കാവേരി പൂമ്പട്ടണത്തിലുള്ള ഒരു ധനിക വ്യാപാരി കുടുംബത്തിലാണ് ഇയർപ്പകെ നായനാരുടെ ജനനം. തീവ്ര ശിവഭക്തരായ അദ്ദേഹവും ഭാര്യയും ശിവഭക്തർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു വന്നിരുന്നു. ശിവഭക്തർ വന്ന് എന്തെങ്കിലും ആവശ്യങ്ങൾ പറഞ്ഞാൽ ഇല്ല എന്നൊരു വാക്ക് ഇയർപ്പകെ നായനാരുടെ നിഘണ്ടുവിലില്ല. ഒരു നാൾ ശിവഭഗവാൻ ഇയർപ്പകെ നായനാരുടെ ഭക്തിയെ പരീക്ഷിക്കാനും അദ്ദേഹത്തിന്റെ മഹിമ ലോകത്തിന് എടുത്തു കാണിക്കാനുമായി ഒരു ശിവഭക്തന്റെ രൂപത്തിൽ ഇയർപ്പകെ നായനാരുടെ വീട്ടിലെത്തി. എപ്പോഴത്തെയും പോലെ ആതിഥ്യമര്യാദകൾ ചെയ്ത് നായനാർ വന്നിരിക്കുന്ന ശിവഭക്തനോട് എന്താണ് ആവശ്യം എന്നന്വേഷിച്ചു. ഗ്രാമത്തിന്റെ അതിര് വരെ തനിക്ക് കൂട്ടായി നായനാരുടെ ഭാര്യ അനുഗമിക്കണമെന്നതായിരുന്നു അതിഥിയുടെ ആവശ്യം. ഇയർപ്പകെ നായനാർ അത് സമ്മതിച്ചു. നായനാരുടെ ഭാര്യയും കൂട്ടി പോകുമ്പോൾ ബന്ധുക്കളും നാട്ടുകാരും ആക്രമിക്കാൻ വന്നാലോ എന്നൊരു സംശയം അതിഥി പ്രകടിപ്പിച്ചപ്പോൾ ഒരു വാളുമെടുത്ത് അവർക്ക് സുരക്ഷയൊരുക്കിക്കൊണ്ട് ഇയർപ്പകെ നായനാരും അവർക്കൊപ്പം നടന്നു. ഈ സമയത്തിനുള്ളിൽ ഈ വിവരം ബന്ധുക്കളും നാട്ടുകാരും അറിഞ്ഞ് ഓടിക്കൂടി അവരെ പോകാൻ അനുവദിച്ചില്ല. നായനാർ കാര്യങ്ങൾ വിശദമാക്കാൻ ശ്രമിച്ചെങ്കിലും ജനങ്ങൾ അതിന് തയ്യാറാവാതെ വന്നപ്പോൾ നായനാർക്ക് ചിലരെ മുറിവേൽപ്പിക്കേണ്ടതായും ചിലരെ വാളുകൊണ്ട് കൊല്ലേണ്ട സാഹചര്യവും വന്നു. പക്ഷേ അതിലൊന്നും സങ്കടപ്പെടാതെ നായനാർ ഭാര്യയ്ക്കും അതിഥിക്കും സൗകര്യമൊരുക്കിക്കൊണ്ട് നടന്നു നീങ്ങി. ഗ്രാമത്തിന്റെ അതിർത്തിയിലെത്തിയപ്പോൾ അതിഥി ഇയർപ്പകെ നായനാരോട് ഞാൻ താങ്കളുടെ ഭാര്യയെ കൊണ്ടുപോവുകയാണ്, താങ്കൾ ഗ്രാമത്തിലേക്ക് മടങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞു. ഒരക്ഷരം ഉരിയാടാതെ ഭാര്യയെ അതിഥിക്കൊപ്പം അയച്ചുകൊണ്ട് നായനാർ തിരിഞ്ഞു നടന്നു. ഒരല്പസമയം കഴിഞ്ഞപ്പോൾ പിന്നിൽ നിന്നും അതിഥിയുടെ വിളികേട്ട് നായനാർ തിരിഞ്ഞു നോക്കുമ്പോൾ ഭാര്യ മാത്രം നിൽക്കുന്നു. ഭഗവാൻ ശ്രീ പരമേശ്വരൻ ഉമയോടൊപ്പം ഇരുവർക്കും ദർശനം കൊടുത്തു. പിന്നീട് മോക്ഷവും കൊടുത്ത് ജീവൻ നഷ്ടപ്പെട്ട ആളുകൾക്ക് ജീവനും കൊടുത്തു എന്നാണ് ഐതിഹ്യം. ക്ഷേത്രത്തിൽ ഇയർപ്പകെ നായനാരുടെയും ഭാര്യയുടെയും ശില്പങ്ങൾ ഭക്തർക്ക് ദർശിക്കാം. ഈ ക്ഷേത്രത്തിലുള്ള ശ്രീമുരുകൻ കയ്യിൽ വില്ലോടെയുള്ള പ്രതിഷ്ഠയാണ്. 1648 ഇവിടം ഭരിച്ചിരുന്ന ഡച്ചുകാർ ഈ വിഗ്രഹം കടത്തിക്കൊണ്ടു പോകുമ്പോൾ കൊടുങ്കാറ്റും കടൽക്ഷോഭവും നേരിട്ടതിനെ തുടർന്ന് അതിന് കാരണം വിഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞ് കാവേരി പൂമ്പട്ടണത്തിനടുത്ത് കടലിൽ ഉപേക്ഷിക്കുകയായിരുന്നത്രേ. പിന്നീട് മുക്കുവർ കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ ഏൽപ്പിച്ചെന്നാണ് പറയുന്നത്. സെന്തിൽ ആണ്ടവർ എന്ന് പ്രതിഷ്ഠയുടെ കീഴ്വശത്ത് എഴുതിയിട്ടുണ്ട്.
തിരുച്ചെന്തൂരിലേതാണ് ഈ വിഗ്രഹം എന്നാണ് പറയുന്നത്. ഭഗവാൻ വീരകണ്ഠമണി എന്ന പാദസരം കാലിലണിഞ്ഞിരിക്കുന്നു. മാതാവ് പാർവതി ദേവി ശൂരപത്മനെ വധിക്കാൻ വേൽ കൊടുത്തതുപോലെ ശിവഭഗവാൻ കൊടുത്തതാണ് വീരകണ്ഠമണി. ശത്രുസംഹാര മുരുകനാണ് മയിലിനൊപ്പം ഇവിടെയുള്ളത്. ശത്രുദോഷം മാറാൻ ഭക്തർ ഇവിടെ പ്രാർത്ഥിക്കുന്നു. ഏകദേശം 2000 വർഷത്തോളം പഴക്കം കണക്കാക്കുന്നതും കിഴക്ക് ദർശനമായ 3 നില രാജഗോപുരത്തോടും 2 പ്രകാരങ്ങളോടും കിഴക്കിലും തെക്കിലുമായി 2 പ്രവേശന കവാടങ്ങളോടും വവ്വാൽ നെത്തിമണ്ഡപം പോലെയുള്ള മണ്ഡപങ്ങളോടും കൂടിയ തിരുസായ്ക്കാട് സായവനേശ്വരർ കോവിൽ കോച്ചങ്കൻ ചോഴൻ പുനർനിർമ്മാണം ചെയ്തതായാണ് അനുമാനം. ഈ ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച 10 ശിലാഫലകങ്ങളിൽ നിന്ന് വിക്രമ ചോഴൻ, രാജരാജ ചോഴൻ, കുലോത്തുംഗ ചോഴൻ മൂന്നാമൻ, രാജേന്ദ്ര ചോഴൻ എന്നിവരും പാണ്ഡ്യരാജാക്കന്മാരിൽ സുന്ദരപാണ്ഡ്യനും ക്ഷേത്രത്തിനായി ധാരാളം തിരുപ്പണികൾ ചെയ്തിട്ടുള്ളതായി മനസ്സിലാക്കാം. 2010 മെയ് മാസത്തിലാണ് കുംഭാഭിഷേകം നടന്നത്. ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചാൽ കൊടിമരത്തിന് പകരം ചെറിയ നന്ദിമണ്ഡപം. ക്ഷേത്രത്തിൽ രഥരൂപത്തിലുള്ള പ്രധാന കരുവറയിൽ ഇന്ദ്രവിമാനത്തിന് കീഴിൽ ചെറിയ പീഠത്തിനുമേൽ ചെറിയ സ്വയംഭൂ ശിവലിംഗമായി കിഴക്ക് ദർശനമായി ശിവഭഗവാൻ ഛായാവനേശ്വരർ എന്ന നാമത്തിൽ കുടികൊള്ളുന്നു. സ്വൽപ്പം താഴ്ചയിലാണ് ഭഗവാന്റെ കരുവറ. ഐരാവതം കയറുകൊണ്ട് കെട്ടിവലിച്ച പാടുകൾ ശിവലിംഗത്തിലുണ്ട്. യമഭയം നീക്കി ദീർഘായുസ് പ്രദാനം ചെയ്യുന്ന സന്നിധിയാണിത്. ഇവിടം സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നവർ അവസാനകാലം ബുദ്ധിമുട്ടില്ലാതെ ശിവപാദം പ്രാപിക്കും എന്നാണ് വിശ്വാസം. ദേവി ശ്രീപാർവതി പ്രത്യേകം സന്നിധിയിൽ കുയിലിനും ഇൻമൊഴിയമ്മേ എന്ന നാമത്തിൽ തെക്ക് ദർശനമായി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രതിഷ്ഠയാണ്. ദേവിക്കും ഭഗവാനും വസ്ത്രം ചാർത്തി പ്രാർത്ഥിച്ചാൽ മനസമാധാനമാണ് ഫലം. ഈ ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠകളെ കൂടാതെ വിനായകർ, കാലഭൈരവർ, മുരുകൻ, ലിംഗോദ്ഭവർ, ഗജലക്ഷ്മി, ദക്ഷിണാമൂർത്തി, നവഗ്രഹങ്ങൾ, നടരാജർ, ശിവഗാമി, സൂര്യൻ, ഇന്ദ്രൻ, അപ്പർ, സമ്പന്തർ, സുന്ദരർ, സെന്തിൽ ആണ്ടവർ എന്നിങ്ങനെ ധാരാളം ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം കോറപ്പുല്ല്. ക്ഷേത്രതീർത്ഥം ഐരാവത തീർത്ഥം. ആഗമവിധി പ്രകാരമുള്ള 4 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. പ്രധാന ഉത്സവങ്ങളായ ചിത്രമാസത്തിൽ 21 നാൾ ഇന്ദ്രവിഴ, രുദ്രാഭിഷേകം, ചിത്രാപൂർണിമ, വൈകാശിയിൽ കുമരഗുരുവരർ പൂജ, പ്രദോഷം, ശിവരാത്രി, മാർഗഴിയിൽ 5 നാൾ ഈർപ്പകേ നായനാർ ഉത്സവത്തിൽ 4-ാം നാൾ ഭഗവാൻ നായനാർക്ക് ദർശനം കൊടുക്കുന്ന വൈഭവവും ക്ഷേത്രത്തിൽ ഗംഭീരമായി കൊണ്ടാടുന്നു. പൂജാ സമയം രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 4:30 മണി മുതൽ രാത്രി 8 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ മയിലാടുതുറയിൽ നിന്ന് 20 കിലോമീറ്റർ, സീർഗാഴിയിൽ നിന്ന് 17 കിലോമീറ്റർ, പൂമ്പുകാറിൽ നിന്ന് 3 കിലോമീറ്റർ, കീഴ്പെരുമ്പള്ളം കേതു ക്ഷേത്രത്തിൽ നിന്ന് 2 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ സീർഗാഴി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.